നമസ്തേ, ഞാൻ ഡോക്ടർ നിർമ്മല നായർ, റിട്ടയർഡ് സീനിയർ മെഡിക്കൽ ഓഫീസർ, ISM. ഇന്ന് പറയാൻ പോകുന്നത് ട്രിബല എന്ന് പറയുന്ന ഒരു ഔഷധക്കൂട്ടിനെ കുറിച്ചാണ്. മിക്കവാറും എല്ലാ മലയാളികൾക്കും ട്രിബലയെ പറ്റി അറിയാം സാമാന്യമായി. എന്നാൽ ട്രിബല ഏറ്റവും ഫലപ്രദമായ വളരെയധികം രോഗങ്ങൾക്ക് ശാന്തി നൽകുന്ന ഒരു മരുന്നാണ്. ട്രിബല 3 ഫലങ്ങൾ ചേർന്നതാണ് ഈ ഔഷധക്കൂട്ട്. ആ 3 ഫലങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ കടുക്ക, നെല്ലിക്ക, താന്നിക്ക. ഇവ സമാംശമായി എടുത്ത് കുരുകളഞ്ഞ് ഉണക്കി പൊടിക്കുക. അങ്ങനെ ഒരു വിധി. ഇനി 1, 2, 4 എന്ന ക്രമത്തിലും ഒരു കടുക്ക, 2 താന്നിക്ക, 4 നെല്ലിക്ക എന്ന ക്രമത്തിലും എടുക്കാം. ഏറ്റവും ഫലപ്രദമായി കണ്ടിരിക്കുന്നത് സമാംശമായി ചൂർണിച്ച് ഉപയോഗിക്കുന്നതിലാണ്. ഇത് നേത്രാമയങ്ങളിൽ വളരെ വിശേഷിച്ച് കണ്ണുരോഗങ്ങളിൽ വളരെ വിശേഷം ഫലവത്ത് ആയ ഒരു രോഗമാണ്. അത്താഴപ്പുറമെയാണ് ഇത് കഴിക്കാറ്. ഈ ചൂർണം തേൻ ചേർത്ത്, തേനും നെയ്യും ചേർത്ത് ലേഹപാകമാക്കിയിട്ട് ഒരു 10 ഗ്രാം ദിവസേന കഴിക്കുക. അപ്പോൾ അതുകൊണ്ട് ശോധന ശരിയാവും, പ്രമേഹം നശിക്കും, ശരീരത്തിലെ നീർദോഷങ്ങളെല്ലാം മാറും, ദഹനത്തിന് സഹായിക്കുന്നതാണ്, ഹൃദ്രോഗങ്ങളിൽ ഏറ്റവും ഫലപ്രദമാണ്. രസായനപര എന്നാണ് പറഞ്ഞിരിക്കുന്നത്. രസായന ഔഷധങ്ങളിൽ അഗ്രൗഷധങ്ങളിൽ പെട്ടതാണ് ട്രിബല കടുക്ക. ഇതിൽ കടുക്ക എന്ന് പറയുന്ന ദ്രവ്യം ആണ് ഏറ്റവും ഫലപ്രദം. അതിൽ സാധാരണ ഷഡ്രസങ്ങളാണ് നമുക്ക് പറഞ്ഞിട്ടുള്ളത്. അതിൽ ഉപ്പൊഴിച്ച് എല്ലാ രസങ്ങളും കടുക്കയിൽ അടങ്ങിയിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഗുണം അറിയാമല്ലോ. പിന്നെ രുചി തീരെ ഇല്ലാത്ത ആൾക്കാരുണ്ടാവും. അവർക്ക് രുചിക്കായിട്ടും ട്രിബല ഉപയോഗിക്കാം. രസായന ഔഷധങ്ങൾ എന്ന് പറയുമ്പോൾ നിത്യയൗവനം ആഗ്രഹിക്കുന്നവർക്ക് ഈ ട്രിബല കഴിച്ചാൽ വളരെ ഗുണം. എന്ന് വെച്ചാൽ ശരീരത്തിൻ്റെ ദുർമേധസ് ഇല്ലാതാകും, ദഹനം ശരിയാവും. അപ്പോൾ പിന്നെ ആരോഗ്യം വർദ്ധിക്കുക തന്നെയാണല്ലോ ചെയ്യുന്നത്. നേത്രത്തിന് ട്രിബല പോലെ തന്നെ ത്രൈഫലഘൃതം, ഈ ട്രിബല ചേർത്തുണ്ടാക്കുന്ന നെയ്യ്, അത് സ്ഥിരമായി കഴിക്കുന്നത് വളരെ നല്ലതാണ്. നേത്രരോഗം വന്ന് കണ്ണ് തീരെ കാണാതെ ആവുന്ന അവസ്ഥയിലേക്ക് പോകാതെ കണ്ണിനെ ട്രിബല സംരക്ഷിക്കും. പിന്നെ ഇതിന് ലേഖന സ്വഭാവമുണ്ട്, ഉരച്ച് കളയുക എന്ന ഒരു അവസ്ഥ. ആ ലേഖന സ്വഭാവം രോപണ സ്വഭാവമുണ്ട്. ഈ രോപണ സ്വഭാവം എന്ന് പറഞ്ഞാൽ ഉണക്കുക. വ്രണങ്ങൾ പഴകിയതായാലും ദുഷ്ടവ്രണങ്ങളായാലും അതിൻ്റെ ദുഷ്ടി കളഞ്ഞ് ഉണക്കുവാൻ വളരെ സഹായമാണ്. അതുപോലെ ലേഖന സ്വഭാവം ഉണ്ടെന്ന് പറയുമ്പോൾ നമ്മൾക്ക് ക്യാൻസറിനൊക്കെ പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. അപ്പോൾ പിന്നെ ചികിത്സിക്കാൻ യാതൊരു സാഹചര്യവുമില്ലാതെ വീട്ടിൽ ഒതുങ്ങിക്കൂടുന്നവർക്ക് ഈ ട്രിബല മാത്രം കഴിച്ചാൽ വളരെയധികം രോഗങ്ങളിൽ നിന്ന് മാറ്റം സംഭവിക്കും. പ്രമേഹം, നീര്, വയറ് സംബന്ധമായ അസുഖങ്ങൾ, അതുപോലെ നിറം വയ്ക്കും. പിന്നെ പ്രായമാകുമ്പോൾ ശബ്ദത്തിന് ഒരു കഫത്തിൻ്റെ ആധിക്യം കൊണ്ട് ഒരു പരുക്കൻ സ്വഭാവം, ചലമ്പിച്ച സ്വഭാവമൊക്കെ വരും. അത് ഈ ട്രിബല കഴിച്ചു കഴിഞ്ഞാൽ അത് മാറി സ്വരശുദ്ധി വരാൻ വേണ്ടിയിട്ട് നല്ലതാണ്. എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് ജലദോഷമൊക്കെ വരുമ്പോൾ ഒരു കടുക്ക എടുത്ത് നമ്മൾ തരും. അത് വായയിലിട്ടിട്ട് വെറുതെ ഉമിനീര് ഇറക്കുക. കുറച്ച് കഴിയുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സ്വരത്തിൻ്റെ ബുദ്ധിമുട്ട് മാറിക്കിട്ടും. അതുപോലെ നമ്മൾക്ക് കുട്ടികൾക്ക് വയമ്പ് കൊടുക്കുമ്പോൾ അതിൽ ഒരിനം ഈ കടുക്കയാണ്. അപ്പോൾ ശോധനക്കുറവുണ്ടെങ്കിൽ ആ വയമ്പരയ്ക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഈ കടുക്ക കുറച്ച് കൂടുതലായിരിക്കും. അപ്പോൾ കുട്ടികൾക്ക് ശരിയായ ശോധന ഉണ്ടാവും. അതോടെ അവരെ ഉറക്കവും ഭക്ഷണവും നേരെയാവും. ഇങ്ങനെ പലവിധ ഗുണങ്ങൾ, ശരീരത്തിൻ്റെ ഏറ്റവും ആരോഗ്യത്തിന് ഉതകുന്ന ദുർമേധസ് കളയുന്ന ഈ ട്രിബല നിങ്ങളെല്ലാവരും അല്പം വീട്ടിൽ സൂക്ഷിക്കണം. എന്തെങ്കിലും അസുഖ സംബന്ധമായി ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒന്ന് വയറ് ശോധന വരുത്തിയാൽ മാറുന്നതാണ്. വിഷാംശം ശരീരത്തിലുണ്ടെങ്കിലും അത് പോകും. അപ്പോൾ ഈ ട്രിബല ഒരു നിത്യവൈദ്യനെ പോലെ
വീട്ടിൽ സൂക്ഷിക്കുന്നത് നല്ലതാണ്. അത് തേനിലും കഴിക്കാം, തേനും നെയ്യും ചേർത്തും കഴിക്കാം. ഇനിയിപ്പോൾ അത് കുറച്ചായിട്ട് തിളപ്പിച്ചിട്ട് അരിച്ച് കഷായ രൂപേണാക്കിയിട്ട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് രാത്രി കഴിക്കാം. പിന്നെ നേത്രരോഗങ്ങൾക്ക് ഇതിട്ട് തിളപ്പിച്ച വെള്ളം 2-3 പ്രാവശ്യം അരിച്ചിട്ട് അത് കണ്ണിലൊഴിക്കുക. ചെങ്കണ്ണ മുതലായ നേത്രരോഗങ്ങളും ശുദ്ധി വന്നിട്ട് വേഗം ഉണങ്ങും. ഇത്രയും പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. പിന്നെ ഒരു ദിവസം കാണാം. നമസ്തേ.